ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു വീട് വെക്കുമ്പോൾ 4 മൂലകളുണ്ട്. അതായത് ഈശാനകോണ്, അഗ്നികോണ്, കന്നിമൂല, വായുകോണ്. ഈ 4 കോണുകളുടെയും പ്രത്യേകത എന്താണ്, അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കൊരു പ്ലാനിലേക്ക് പോകാം. ഓക്കെ, ഇത് ഞാനൊരു വീടിനെടുത്ത് ഒരു വീടെന്നുള്ള സങ്കല്പത്തിൽ അതിനെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു വീടും, ചെറിയ വീടോ വലിയ വീടോ ആയിക്കോട്ടെ, ഏതൊരു വീട് എടുത്താലും ഇതുപോലെ നമുക്ക് കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 9 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 8 ദിക്കുകൾ, അതായത് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക്, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത്, അങ്ങനെ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം. ഇതാണ് ഏതൊരു വീടും വരുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്ക് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് മൂല. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല അതൊരു ബെഡ്റൂമാണ്, അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം എടുക്കാം. അവിടെ വന്നുകൂടാത്ത 3-4 കാര്യങ്ങൾ. ഒരു വീട് വെക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയിൽ കിച്ചൺ പാടില്ല, സൗത്ത് വെസ്റ്റ് കോർണറിൽ ടോയ്ലറ്റ് പാടില്ല, സെപ്റ്റിക് ടാങ്ക് പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആ ഭാഗത്തു നിന്ന് ഒഴിവാക്കാം. അതിനോടൊപ്പം കിണറും അവിടെ പാടില്ല. കിണർ, കുളം, അങ്ങനെയുള്ള കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല. അതുപോലെ ഒരു വസ്തുവിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം നിൽക്കേണ്ടത്. അവിടെ ഒരു കാരണവശാലും താഴ്ന്നു കിടക്കാൻ പാടില്ല. താഴ്ന്നാൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് നിൽക്കാതെ പോകും. അതുപോലെ ഒരു വീട് വെക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ പ്രധാന വാതിൽ വരാനും പാടില്ല. പ്രധാന വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സമ്പത്ത് കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ അവിടെ ഉപയോഗിക്കേണ്ടത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു മൂല എന്ന് പറയുന്നത്, എല്ലാ ദിക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ 4 മൂലകളാണ്. അതായത് തെക്ക് വശവും പടിഞ്ഞാറ് വശവും കൂടെ കൂടിച്ചേരുന്ന മൂല, ആ ദിക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ വീടിൻ്റെ ഗേറ്റും ആ ഭാഗത്ത് വരാൻ പാടില്ല. വസ്തുവിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ ഗേറ്റും വരാൻ പാടില്ല. ഓക്കെ, അടുത്തത് നോർത്ത് വെസ്റ്റ്. നോർത്തും വെസ്റ്റും കൂടിച്ചേരുന്ന കോർണറാണ് നോർത്ത് വെസ്റ്റ് കോർണർ. അപ്പോൾ നമ്മുടെ ഭാരതീയ വാസ്തു പോലെ വളരെ പ്രചാരത്തിലുള്ളതും വളരെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള മറ്റൊരു വാസ്തുവാണ് ചൈനീസ് വാസ്തുവായ ഫുങ്ഷോ. അപ്പോൾ ഫുങ്ഷോ പ്രകാരം നോർത്ത് വെസ്റ്റ് വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കാണ്. സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് നോർത്ത് വെസ്റ്റ് വഴി എന്നാണ് ഫുങ്ഷോയിൽ പറയുന്നത്. ഇത് നോർത്ത് വെസ്റ്റ് ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയാണ്, ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം സൂചിപ്പിക്കുന്നത് വീട്ടിലെ ഗൃഹനാഥനെയാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കിച്ചൺ, ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക് എന്നിവ വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥന് ഒരു ഉയർച്ച ഉണ്ടാവില്ല. കഴിവിനനുസരിച്ചൊരു ഉയർച്ച ഉണ്ടാവില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. ബന്ധുക്കളിലായാലും അയൽക്കാരിലായാലും ഡെയിലി വരുമാനമില്ലാത്തൊരവസ്ഥ എന്നീ കാര്യങ്ങൾ വടക്ക് പടിഞ്ഞാറ് മലിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കളുടെ വീടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീടോ അവർ പോലും അറിയാതെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ വടക്ക് പടിഞ്ഞാറ് ദിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതേസമയം നമ്മുടെ ഭാരതീയ വസ്തുവിൽ പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ആകാമെന്നും കിച്ചൺ വരാമെന്നും ഭാരതീയ വസ്തുവിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കൺസൾട്ട് ചെയ്തിടത്തോളം ഒരു 95% വീടുകളിൽ ഇവിടെ ഈ പറയുന്ന സംഭവങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഗൃഹനാഥനെ ബാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അടുത്ത 45 ഡിഗ്രി എന്ന് പറയും. അടുത്ത ദിക്ക് സൗത്ത് വെസ്റ്റ് പറഞ്ഞു, നോർത്ത് വെസ്റ്റ് പറഞ്ഞു. അടുത്ത കോണ് ഈശാന കോണാണ്. ഈശാന കോണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം. അദ്ദേഹത്തിൻ്റെ ശിരസ് വരുന്നത് ഈ ഈശാന കോണിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ദിക്ക് ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈശാന കോണ് ശിരസ് നഷ്ടപ്പെട്ട വീടാവും. ആ വീട്ടിലേക്കുള്ള പ്രാണശക്തി എടുക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അത് സംഭവിക്കത്തില്ല. അപ്പോൾ ആ വീടിന് ഒരു എനർജി ഇല്ലാത്ത വീടായി അത് മാറും. അതുപോലെ ഈ ദിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോർത്ത് ഈസ്റ്റ് കട്ടായിപ്പോയൊരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടും. അവരുദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും നോർത്ത് ഈസ്റ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു സങ്കല്പത്തിൽ ഇവിടെ ഈശാനകോണാണ്. ഈശ്വര സങ്കല്പം, ശിവന്റെ സങ്കല്പം ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ഈശാനകോണ്. ഈ ഈശാനകോണ് ഭാഗത്ത് നമുക്ക് ഇത് സെപ്റ്റിക് ടാങ്ക്,
ടോയ്ലറ്റ് പിന്നെ എന്നിവ ഈ ഭാഗത്ത് വരുന്നത് നല്ലതല്ല. അത് വീട്ടിനകത്തും പാടില്ല, വീടിൻ്റെ പുറത്ത് ഈ ദിക്കിലും പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ഭാരങ്ങൾ ഈ ഭാഗത്ത് കയറ്റി വെക്കുന്നതും നല്ലതല്ല. ഇവിടെ വരാവുന്ന കാര്യങ്ങൾ, ഇവിടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത് ആ വീട് ഭയങ്കര ഐശ്വര്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ പ്രധാന ഗേറ്റ് വരുന്നത് നല്ലതാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക്, അതായത് ഈശാന കോണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ വരുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ വന്നുകൂടാത്തതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിക്ക് വടക്ക് കിഴക്ക് ഭാഗമാണ്. അടുത്ത ദിക്കെന്ന് പറയുന്നത് അഗ്നികോണാണ്, സൗത്ത് ഈസ്റ്റ്, അതായത് പിന്നെ തെക്ക് കിഴക്കേ മൂല. അപ്പോൾ തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ഇപ്പോൾ ഫുങ്ഷോ പ്രകാരം പറയുമ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കാണ്. അതുപോലെ തന്നെ നമ്മൾ 9 ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്ഷ്മി ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും തരുന്ന ഒരു സ്ഥലമാണ് തെക്ക് കിഴക്ക് ഭാഗം. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം മലിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ സാമ്പത്തിക പ്രശ്നം ഒരു വീട്ടിലുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിനകത്തോ വീടിന് പുറത്തോ ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ യാതൊരു കാരണവശാലും വരാൻ പാടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കിണർ വരാനും പാടില്ല. അപ്പം ഈ 4 ദിക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയും സൗഭാഗ്യങ്ങളും ഉണ്ട്. നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗഭാഗ്യങ്ങളോടുകൂടി ആ വീട്ടിലേക്ക് താമസിക്കാനും നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നോക്കി വീട് വെക്കുക. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലേ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫെങ്ഷി കൺസൾട്ടനെ വിളിച്ച് നിങ്ങൾ കാണിച്ച് അതിൻ്റെ കണക്കുകളും രീതികളും അനുസരിച്ച് നിങ്ങൾ ചെയ്യുക.